അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ബന്ധത്തെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഇപ്പോൾ എന്താണ് കരുതുന്നത് എന്നതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിന് ആദ്യകാലങ്ങളിൽ അത്ര കണ്ടും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കണ്ടിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. ഒരു കാഷ്വലായിട്ട് വന്ന് സംസാരം തുടങ്ങി പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു അട്രാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയിട്ട് അടുത്തവരായിട്ടാണ് കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കുള്ളിലൊരു സ്പാർക്ക് ഉണ്ടാകുകയും അതിൽ പെട്ടെന്ന് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാതെ വന്നൊരു ബന്ധമായിരിക്കും ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. നിങ്ങൾ തന്നെ ഒട്ടും വിചാരിച്ച് കാണില്ല ഈ ഒരു പേഴ്സണുമായിട്ട് ഇത്രയും ഒരു ഇൻറ്റൻസായിട്ട് ഒരു ഇതിലേക്ക് പോകും എന്നുള്ളത്. അപ്പോൾ ആ ഒരു പേഴ്സണും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്. ഇത് എന്തോ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പാണ്. മേ ബി ആൾക്കോ നിങ്ങൾക്കോ മുമ്പ് പല റിലേഷൻഷിപ്പിലൊക്കെ വന്നു പോയിട്ടുണ്ടായിരിക്കും ലൈഫിൽ. അല്ലെങ്കിൽ നിങ്ങളെ മാരീഡ് ആയിട്ടുള്ളവർ ഒരുപാട് കാണിക്കുന്നുണ്ട്. ആ മാരീഡ് ആയിട്ടുള്ളവർക്ക് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോടോ തോന്നാത്ത വിധത്തിലുള്ള ഒരു പ്രത്യേകിച്ചുള്ളൊരു അട്രാക്ഷൻ ഈ ഒരു പേഴ്സണോട് തോന്നുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് എന്തോ വലിച്ചടിപ്പിക്കുന്ന പോലത്തിലൊരു കാന്തികമായിട്ടുള്ള എന്തോ ഒരു ആകർഷണം അല്ലെങ്കിൽ എന്തോ ഒരു ശക്തി എപ്പോഴും നിങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കുന്നതായിട്ട് ഈ ഒരു ബന്ധത്തെ റിലേഷൻഷിപ്പിൽ എന്താ പറയുക അവർക്ക് തോന്നുന്നുണ്ട്. എന്തോ അവരുടെ മനസ്സിൽ ഈ ഒരു ബന്ധത്തെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്തെങ്കിലും ഉണ്ടോ ഈ ഒരു പേഴ്സണുമായിട്ട്, അതുകൊണ്ടാണോ എനിക്ക് ഈ ഒരു നിങ്ങളുമായിട്ട് ഇത്രയും ഒരു ഇത് എന്താ പറയുക ഒരു അടുപ്പം തോന്നിക്കുന്നത്. നിങ്ങളിപ്പോൾ മേ ബി കുറേ പേർക്കൊക്കെ സെപ്പറേഷൻ സ്റ്റേജിൽ കാണിക്കുന്നുണ്ട്. കാരണം ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ഇത് വന്നിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷൻ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ സെപ്പറേഷൻ സ്റ്റേജിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെപ്പറേഷൻ സ്റ്റേജിൽ അവർക്ക് കിങ് ഓഫ് സോഴ്സ് എനർജി ഉണ്ട്. കാരണം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ദേഷ്യത്തിൽ നിൽക്കുന്ന ഒരു എനർജീസിൽ തന്നെയാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഇങ്ങോട്ട് നല്ല ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പിനെ ആൾക്ക് വിട്ട് കളയാൻ പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അവർ ഉദ്ദേശിക്കുന്ന പോലെയുള്ളൊരു ഒരു റിലേഷൻഷിപ്പ് ഒട്ടും സ്മൂത്ത് ഗോയിങ് ആയിട്ട് ആൾക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിങ്ങനെ ഇട്ടിട്ട് പോകാനും ആൾക്ക് പറ്റുന്നില്ല. എന്തോ ഒന്ന് ഇപ്പോഴും നിർത്തിയിട്ട് പോകാൻ പറ്റാതെ പിടിച്ചു വലിക്കുന്നു എന്നതാണ് ആൾക്ക് തോന്നുന്നത്. അതേസമയം തന്നെ നിങ്ങളെക്കുറിച്ചും ആൾക്ക് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹമുണ്ട്. അതും ആളുടെ ഒരു ബാക്കിയുള്ളവരെക്കാട്ടിയും കൂടുതൽ ആളുടെ ബന്ധുക്കളായിക്കോട്ടെ, അച്ഛൻ അമ്മ ആയിക്കോട്ടെ, ഭാര്യ ഭർത്താവ് ആയിക്കോട്ടെ, അവരെക്കാട്ടും നിങ്ങൾക്കൊരു സ്പെഷ്യലായിട്ടുള്ളൊരു കെയറും കാര്യങ്ങളും അവരോടുണ്ട്. അല്ലെങ്കിൽ അവരുടെ പല കാര്യങ്ങളും നിങ്ങളോട് പറയുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു സന്തോഷം നിങ്ങൾക്ക് അങ്ങനെ തന്നെയായിരിക്കും ആ ഒരു പേഴ്സണോട് എല്ലാം. ദിനം പ്രതി ഓരോ ദിവസത്തിൽ ഒരു ചെറിയ കാര്യം ആണെങ്കിൽ പോലും അവരോടത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു സന്തോഷവും ഹാപ്പിനെസ് ആയിരിക്കും. മറ്റാരേക്കാളും ആരോട് ഷെയർ ചെയ്യുന്നതിനെക്കാട്ടിയും നിങ്ങളോട് പറയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര സന്തോഷം. മേ ബി അവരുടെ കുറേ ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ അവരുടെ ഫാമിലിയോട് പറയാത്ത ബുദ്ധിമുട്ടുകൾ പോലും അവരെ കുറേ കാര്യങ്ങൾ പോലും നിങ്ങൾക്കറിയാമായിരിക്കും. അപ്പോൾ അതാണ് ആൾ ചിന്തിക്കുന്നത്, എൻ്റെ ഫാമിലിക്ക് അറിയാത്ത അല്ലെങ്കിൽ എൻ്റെ ഫാമിലി എന്നെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയ വിധത്തിൽ അവരുടെ ഫാമിലി ആളെ അതേപോലെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ആളുടെ ഒരു തോട്ടിൽ നിങ്ങളെ പറ്റിയിട്ട് കിടക്കുന്നത്. അത് മാത്രമല്ല ആള് എന്താ പറയുക ഒട്ടും വേണ്ടി അവരുടെ ഫാമിലിയിൽ എന്താ പറയുക പ്രശ്നങ്ങളുണ്ടായിരിക്കാം. ആളുടെ പ്രശ്നങ്ങൾ അവർ ഫാമിലിയോട് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കില്ല. അത് ഫാമിലിയോട് ഷെയർ ചെയ്യാതെ നിങ്ങളോട് എന്തുകൊണ്ടാണ് ആൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ എൻ്റെ പല പ്രശ്നങ്ങളും പുറത്തറിയാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ എന്താണോ എന്തെങ്കിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാമെന്നാണ് ആൾ ചിന്തിക്കുന്നത്. അത് എന്തുകൊണ്ട് നിങ്ങൾക്ക് മാത്രമായി പോയി, എന്തുകൊണ്ടാണ് നിങ്ങളിൽ മാത്രം ഞാനിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെയുള്ളൊരു തോട്ട് ആൾക്ക് നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല, ഇതിലൊരു ബാലൻസ് വരണമെന്ന് ആളിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല ആൾ പുറമേ ചിലപ്പോൾ ഒരു റെസ്പോൺസിബിൾ ക്യാരക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മെച്യൂർഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറൊക്കെ ഷോ ചെയ്യുന്ന ആളാണെങ്കിൽ പോലും നിങ്ങളടുത്ത് ഭയങ്കര ഒരു ചൈൽഡിഷ് ആയിട്ടുള്ളൊരു
എന്താ പറയുക, ഇന്നർ ചൈൽഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ആളുടെ ഒരു ഇന്നർ ചൈൽഡിറ്റി അത് പുറത്ത് കൊണ്ടുവരാനായിട്ട് ആൾക്ക് പറ്റുന്നുണ്ട്. അതെല്ലാവരോടും പറ്റണമെന്നില്ല. നമുക്കിപ്പോൾ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ഓരോരുത്തരോടുള്ള പെരുമാറ്റങ്ങൾ വേറെ വേറെയാണ് അല്ലേ. അച്ഛനോട് പെരുമാറുന്ന പോലെ ആയിരിക്കില്ല അമ്മയോട് പെരുമാറുന്നത്, അച്ഛനോടും പെരുമാറുന്ന പോലെ ആയിരിക്കില്ല ഫ്രണ്ട്സിനോട് പെരുമാറുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ളവരോട് പെരുമാറുന്ന പോലെയല്ല ആൾ നിങ്ങളെടുത്ത് പെരുമാറുന്നത്. എന്തോ ഒരു ഇന്നർ ചൈൽഡ്നെസ് ആൾക്ക് നിങ്ങളിലേക്ക് എത്തുമ്പോൾ എന്തോ ഒരു കുട്ടിക്കളി അങ്ങനത്തെ ഒക്കെ ഒരു ഭാവമൊക്കെ നന്നായിട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കും അതുപോലെ തന്നെയാണ് അങ്ങോട്ട് ഭയങ്കരമായിട്ടുള്ള സ്പെഷ്യൽ കെയറും കാര്യങ്ങളും. അവരുടെ എത്തുമ്പോൾ ഒരു കുട്ടികളെ പോലെ ആവാം. ചില സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു കുട്ടികളെ പോലെ നിങ്ങൾക്ക് ആവാൻ കഴിയുകയും ചില സമയത്ത് അവരെ ഭയങ്കരമായിട്ടുള്ള കെയർ ചെയ്യുന്ന അല്ലെങ്കിൽ അമ്മ അച്ഛൻ എന്നുള്ളൊരു പദവിയിലേക്ക് വരുന്നതായിട്ടും അങ്ങനെ എല്ലാം കണക്ട് ചെയ്തിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് നിങ്ങൾക്കും അയാൾക്കും തോന്നുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ആ ഒരു പേഴ്സൻ്റെ ആ ഒരു സ്നേഹം വിട്ടുകളയാനായിട്ട് നിങ്ങൾക്ക് ഒട്ടും തന്നെ പറ്റുന്നുണ്ടായിരിക്കില്ല. മേ ബി ഇതിൽ ഒരുപാട് ടോക്സിക് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് കാര്യങ്ങളായിട്ട് കെടുക്കുന്നുണ്ട്. ടോക്സിസിറ്റി ഉണ്ട്. ഇതൊരു കാർമിക് ആയിട്ടുള്ള ടോക്സിക് റിലേഷൻഷിപ്പ് എന്നല്ല ഞാൻ പറയുന്നത്. ഒരുപാട് പേർക്ക് ഇവിടെ സോൾമേറ്റ് കണക്ഷനായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ പക്ഷേ ടോക്സിക് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ ഒരുപാട് നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് ആർഗ്യുമെൻറ്റ്സ്, തർക്കങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ ഭാഗത്തു നിന്നും അവർ ചിന്തിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾ ചിന്തിക്കാതിരിക്കുക, അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഒരുപാട് വരുന്നുണ്ട്. ഏറെക്കുറെ നിങ്ങളും അയാളും മനസ്സിൽ ഓപ്പണായിട്ട് ചോദിക്കാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഓവർ തിങ്കിങ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക, അങ്ങനെയൊരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് രണ്ടുപേരുടെ കാര്യത്തിലും. അങ്ങനൊരു കാര്യങ്ങളും വലുതായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ കൊണ്ടൊക്കെ ഒരുപാട് ടോക്സിസിറ്റി ആയിരിക്കും ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളത് മാറിയിട്ട് നല്ലൊരു ബാലൻസോട് കൂടിയിട്ട് തന്നെ പീസ്ഫുള്ളായിട്ട് നല്ല പേഷ്യൻസ് ആയിട്ട് തന്നെ വളരെ ഇന്നർ കാമോട് കൂടിയിട്ട് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആളിവിടെ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഞങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇവിടെ ജസ്റ്റിസ് കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാർമിക് ജസ്റ്റിസ്, അതായത് ഇത്രയധികം കാർമിസിറ്റി ഉണ്ടായിട്ടും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ടോട്ടലി ഉപേക്ഷിച്ച് പോയിട്ടില്ല. അത് തന്നെ വളരെ വലിയൊരു കാര്യമായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. കാരണം ഒരുപാട് കാർമിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ രണ്ടുപേരും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി പിടിച്ചു നിന്നിട്ടുണ്ട്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പേഴ്സണും അല്ലേ, അത് നിങ്ങളും കുറേയൊക്കെ പിടിച്ചു നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന വ്യക്തികൾക്കാണ് അവിടെ ജസ്റ്റിസ് ഉണ്ടാവുന്നതായിട്ട് കാണിക്കുന്നത്. ആൻഡ് ആർക്കെങ്കിലൊക്കെ ലീഗൽ ഡിസ്പ്യൂട്ട്സ് ഒക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊരു ലൈഫ് ലെസൺ ആയിട്ട് എടുത്തിട്ട് അതിലും ഒരു ജസ്റ്റിസ് അവർക്ക് ഉണ്ടാകുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്.